യുഎസുമായുള്ള സമാധാന ചർച്ചകളിൽ ഹിസ്ബുള്ള വിഷയം വീണ്ടും ഉയർത്തി ഇറാൻ. ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ പറഞ്ഞു. ഇറാന്റെ കൈവശമുള്ള 400 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്ത് നിന്ന് മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്ക. ഈ വാർത്തയുടെ വിവരങ്ങളും ഐസൻ നൽകും. ഐസൻ, ഈ ലബനനെ യാതൊരു കാരണവശാലും ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല, അതായത് ഹിസ്ബുള്ളയ്ക്കെതിരായ നടപടി തുടരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്, അല്ലേ ഐസൻ? അതിന് തീർച്ചയായും നേരത്തെ തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണങ്ങൾ തുടരുമെന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതായത് സമാധാന ധാരണ നടപ്പിലാകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണങ്ങൾ തുടരുമെന്ന് ഇസ്രായേൽ അറിയിക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് ഇറാൻ സമാധാന ധാരണ ചർച്ചകളാകാമെന്നൊരു നിലപാടത്തിലേക്ക് എത്തുകയും ഒരു സമാധാന ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്ത ആ നിമിഷം തന്നെ അതിശക്തമായ നിലപാടുകളുമായ ആക്രമണമാണ് ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേലിന്റെ ഈ അതിശക്തമായ ആക്രമണത്തിന് പിന്നാലെ 300ഓളം പേർ മരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ലബനനുമായുള്ള ഈ സാഹചര്യം, ലബനനെ തുടർന്നും ലബനനെതിരായ ശക്തമായ നടപടികൾ നീക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം നേരത്തെ നമുക്കറിയാവുന്നതാണ്, ലബനനുമായി ചർച്ചകൾക്ക് തയ്യാറാണ്, നേരിട്ടുള്ള ചർച്ചകൾക്ക് മാത്രമാണ് തയ്യാറാകുക എന്നും വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും നിർണായകമായ ഒരു നീക്കം എന്ന് പറയുന്നത് ലബനന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്ന ഒരു നീക്കം എന്ന് പറയുന്നത് ഈ ഹിസ്ബുള്ളയെ ശാക്തീകരിക്കുകയും നിരായുധീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന ഒരു ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. ഈ മുന്നോട്ട് വെച്ച വിഷയം തീർച്ചയായും ഹിസ്ബുള്ളയെ ഉൾപ്പെടെ വെടിനിർത്തലിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നായിരുന്നു ഇറാന്റെ ആവശ്യം. പക്ഷേ അത് അംഗീകരിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുവെന്നാണ് ഇപ്പോൾ മസൂദ് പെസൻഷ്കിയാൻ പറഞ്ഞിരിക്കുന്നത്. ഗൗരവമേറിയ ഒരു സാഹചര്യം ഇക്കാര്യത്തിലുണ്ട്. ഇറാൻ തങ്ങളുടെ പ്രോക്സിയായി പ്രവർത്തിക്കുന്ന ഈ ഭീകര സംഘടനയെ പിന്തുണയ്ക്കുന്ന നീക്കങ്ങൾ നടത്തുന്നത് സമാധാന ചർച്ചകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശരി ഐസൻ, ശരി.